രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ തിരിച്ചടി വീണ്ടും കോടതിയിൽ നിന്നും. ലോകായുക്ത നിയമ ഭേദഗതിക്ക് ഹൈക്കോടതിയുടെ അംഗീകാരം. ഭേദഗതി ഭരണഘടനാനുസൃതമെന്ന് നിരീക്ഷിച്ച കോടതി ചെന്നിത്തലയുടെ ഹർജി തള്ളുകയായിരുന്നു. ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. ഇതിനുള്ള മറുപടി കോടതി തന്നെ നൽകുന്നു എന്നുള്ളതാണ്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഈ വാർത്തയുടെ വിവരങ്ങൾക്കൊപ്പം വലിയ തിരിച്ചടി തുടർച്ചയായി പ്രതിപക്ഷത്തിന് കോടതിയിൽ നിന്നുണ്ടാകുന്ന അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി കൂടി ഇത് മാറുകയാണ്. എന്തൊക്കെയാണ് ഈ ലോകായുക്ത ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിലപാട്? അജിംഷാദ്, ലോകായുക്ത നിയമം 1999 ഭേദഗതി ചെയ്തുകൊണ്ട് അത് 2022 സംസ്ഥാന സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയും പിന്നെ നിയമമാക്കുകയും രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ആ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. കുറെ രാഷ്ട്രീയ വിവാദങ്ങൾ പുറത്തുണ്ടായ കേസാണ്. തുടർന്നാണ് രമേശ് ചെന്നിത്തല കോടതിയെ സമീപിച്ചത്. ആ കോടതിയിൽ പ്രതിപക്ഷം ആരോപിച്ചത് ഈ നിയമ ഭേദഗതി ഈ അഴിമതി വിരുദ്ധ സംവിധാനത്തിന്റെ നട്ടെല്ലൊടിക്കുന്നതാണ്, മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും എതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്നൊക്കെയായിരുന്നു. പക്ഷേ ആ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ വിശദമായി വാദം കേട്ടു. അല്പം മുമ്പ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് അതിൽ വിധി പറഞ്ഞു. ഹൈക്കോടതി സർക്കാർ തീരുമാനത്തെ, അതായത് ആ നിയമ ഭേദഗതിയെ ശരിവെച്ചു എന്നുള്ളതാണ്. സർക്കാരിന് നിയമം ഭേദഗതി ചെയ്യാൻ അവകാശാധികാരങ്ങളുണ്ട്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന വാദം ശരിയല്ല, ഭരണഘടനാ അനുസൃതമാണ് എന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ നേട്ടമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി അതിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വന്നാൽ, ഈ നിലവിലുണ്ടായിരുന്ന ലോകായുക്ത ആക്ട് 1999 അതിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഈ അധികാര കേന്ദ്രീകൃതമായ ഒരു സംവിധാനമായി ലോകായുക്ത മാറിയിരുന്നു. അതിനെ സർക്കാർ വിവക്ഷിച്ചത് ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിന്റെയും അധികാരങ്ങൾ ഒരേ സമയം കൈയാളുന്ന ഒരു സ്ഥാപനമായി ലോകായുക്ത മാറി. അതുമൂലം അവർ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അപ്പീലില്ലാതെ നടപ്പിലാക്കേണ്ട സാഹചര്യം വന്നു. രാഷ്ട്രീയ പ്രേരിതമായി ഉയരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതികൾ, അതിന്മേൽ ലോകായുക്ത ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കേണ്ട നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. അത് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് മേൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിന് അധികാരം നൽകുന്ന ഒരു പ്രവണതയാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇതായിരുന്നു സർക്കാരിന്റെ വാദം. അതായത് അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കില്ല. അതുകൊണ്ട് ഇത് ഭേദഗതി ചെയ്യുന്നു. ഇതായിരുന്നു സർക്കാർ നിലപാട്. അങ്ങനെയാണ് ഈ നിയമ ഭേദഗതിയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ നിയമ ഭേദഗതി ചെയ്യുമ്പോൾ ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ ലോകായുക്തയുടെ തീരുമാനങ്ങൾ റദ്ദ് ചെയ്യാനും അതിൽ ഭേദഗതി വരുത്താനും ഒക്കെ സർക്കാർ ഉയർന്ന അധികാരികൾക്ക് അധികാരമുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമസഭയ്ക്കും, മന്ത്രിമാർക്കെതിരാണെങ്കിൽ മുഖ്യമന്ത്രിക്കും, MLA മാർക്കെതിരാണെങ്കിൽ സ്പീക്കർക്കും. അങ്ങനെയായിരുന്നു നിയമ ഭേദഗതി വന്നിരുന്നത്. ആ നിയമ ഭേദഗതി അടക്കം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരിക്കുന്നു. ചെന്നിത്തല അടക്കം നൽകിയ ഹർജികൾ തള്ളിയിരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രാഷ്ട്രീയമായി പുറത്തുന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ് കോടതിക്ക് മുന്നിലും രമേശ് ചെന്നിത്തല അടക്കമുള്ള ഹർജിക്കാർ മുന്നോട്ട് വെച്ചത്. ആ വാദങ്ങൾ കോടതി അംഗീകരിച്ചിട്ടില്ല. അതോടുകൂടി രാഷ്ട്രീയപരമായും നിയമപരമായും പ്രതിപക്ഷത്തിന്, രമേശ് ചെന്നിത്തലയ്ക്ക് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ഈ ഉത്തരവിലൂടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇവിടെ തീരുന്നതല്ല. ഇപ്പോൾ ലോകായുക്ത നിയമ ഭേദഗതിക്ക് അംഗീകാരം ലഭിക്കുന്നത് സർക്കാരിന്റെ വാദങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് കൂടിയാണ്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളൊക്കെ തള്ളിക്കൊണ്ടാണ് കോടതി. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. AI ക്യാമറയിൽ, ഈ അടുത്തിടെ പരിശോധിച്ചാൽ AI ക്യാമറയിൽ തുടങ്ങിയ തിരിച്ചടിയാണ് പ്രതിപക്ഷത്തിന്. അതാണ് ഇപ്പോൾ ഇതിലും എത്തി നിൽക്കുന്നത്. സാലി, ഈ സമീപകാലത്ത്, ഈ 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് പുറത്തു കുറെ രാഷ്ട്രീയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷേ ആ ആരോപണങ്ങളുമായി കോടതിയിൽ പോയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പരിശോധിച്ചാൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിരാശ തന്നെയാണ് ഫലം എന്ന കാര്യത്തിൽ തർക്കമില്ല. AI ക്യാമറ മാത്രമല്ല, K-ഫോൺ അടക്കം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമ പോരാട്ടങ്ങളിലും സർക്കാരിനായിരുന്നു വിജയം എന്ന് നമുക്കറിയാം. ഒട്ടേറെ കേസുകളിൽ നമുക്ക് എണ്ണി പറയാവുന്ന നിരവധി കേസുകളുണ്ട്. ആ കേസുകളിലെല്ലാം സർക്കാർ നിലപാടിനെ കോടതി അംഗീകരിക്കുകയും പ്രതിപക്ഷം കൊണ്ടുവന്ന ആക്ഷേപങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങൾ എന്ന് പുറത്ത് സംസാരിച്ച് ആ ആരോപണങ്ങൾ എല്ലാം കോടതി തള്ളുകയും ചെയ്തു. പല ഘട്ടങ്ങളിലും രൂക്ഷമായ വിമർശനം പ്രതിപക്ഷത്തിന് കേൾക്കേണ്ടി വന്നു. നമുക്കൊക്കെ അറിയുന്ന പോലെ പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, പബ്ലിസിറ്റി താല്പര്യമാണ് എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അതടക്കം ഒട്ടേറെ തിരിച്ചടികൾ സമീപകാലത്ത് പ്രതിപക്ഷത്തിന് ഹൈക്കോടതിയിൽ നിന്ന് നിരന്തരമുണ്ടായി. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല.
അതിന് തൊട്ടു മുമ്പുണ്ടായി നമുക്കറിയാം സന്ദേശങ്ങൾ അയക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. മുഖ്യമന്ത്രി സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശികയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ അയച്ചത് നിയമവിരുദ്ധമാണെന്നും പറഞ്ഞാണ് പ്രതിപക്ഷം ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജിയും കോടതി തള്ളി. സർക്കാരിന് അധികാരമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്നൊരു അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഹൈക്കോടതി അന്തിമ തീർപ്പ് കൽപ്പിച്ചത് അതിനും സർക്കാരിന് അധികാരമുണ്ടെന്ന് തന്നെയായിരുന്നു. ഇത് മാത്രമല്ല, നിരവധി കേസുകളിൽ സർക്കാർ നിലപാടിനെ അംഗീകരിക്കുക തന്നെയാണ്. അത് നിയമ പോരാട്ടങ്ങളിലെല്ലാം ഈ അടുത്തിടെ UDF ഈ കേസ് ഉൾപ്പെടെ UDF കോടതിയിൽ പോയി തോറ്റത് 11 കേസുകളിലാണ്. ഒന്ന് തോട്ടപ്പള്ളി മണൽവാരൽ കേസ് വിജിലൻസ് കോടതിയിൽ തള്ളുന്ന ഘട്ടത്തിൽ ഉള്ള പ്രതിപക്ഷത്തിന് ഏറ്റ തിരിച്ചടി, ബ്രൂവറി ആരോപണം, EP ജയരാജനെതിരായ ബന്ധുനിയമന കേസ്, പിന്നീട് മന്ത്രി അന്നത്തെ മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരായ തോട്ടണ്ടി ഇടപാടിൽ അഴിമതി ആരോപിച്ചു പോയ കേസ്, MM മണി ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ് പ്രളയം ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച കേസ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേടെന്ന് പറഞ്ഞ് ആരോപിച്ച് രംഗത്തെത്തിയത്, PPE കിറ്റുമായി ബന്ധപ്പെട്ട് കോവിഡിലെ KK ശൈലജയ്ക്കെതിരായ ഹർജി, ഫോൺ അഴിമതി, നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം, ഇങ്ങനെ സ്പാർക്ക് ഡേറ്റ ഏറ്റവും ഒടുവിൽ, പിന്നീട് ഇപ്പോൾ ലോകായുക്ത നിയമ ഭേദഗതി, ഇങ്ങനെ 11 കേസിലാണ് ഈ അടുത്തിടെ പ്രതിപക്ഷത്തിന് തുടർച്ചയായ തിരിച്ചടി കിട്ടുന്നത്. അതിലൊന്നുകൂടി ഒരു തൂവൽ കൂടി പ്രതിപക്ഷത്തെ സംബന്ധിച്ച്, അല്ലേ സാലി? തീർച്ചയായും ഇതടക്കം 11-ലധികം കേസുകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ അജിംഷാദ് വായിച്ചതിനപ്പുറവും ചില പട്ടികകളുണ്ട്. അതിൽ ചിലത് പരാമർശങ്ങളിൽ ഒതുങ്ങി, ചില പരാമർശങ്ങൾ കൊണ്ട് കോടതി അവസാനിപ്പിച്ചു. അങ്ങനെ കേസ് തീർപ്പാക്കി വിട്ടതുണ്ട്. ചിലത് ഈ ഹർജിക്കാർക്കെതിരെ, പ്രതിപക്ഷത്തിനെതിരെ ഉത്തരവായിട്ട് ഇറങ്ങിയതുണ്ട്. അങ്ങനെ തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിയമ പോരാട്ടത്തിൽ ഇവിടെ നേരിടുന്ന പരാജയം മാത്രമല്ല, ഈ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി പ്രതിപക്ഷം പുറത്ത് പ്രചരിപ്പിച്ച ആരോപണങ്ങൾക്ക് ഒരു ബേസ് ഉണ്ടായിരുന്നില്ല. അത് നിയമപരമായി